കൊലോസ്യ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങൾ ഗുപ്തമായിരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. 8-ാം വാക്യം ഒന്ന് വായിച്ചേ. 2:8, കൊലോസ്യർ 2:8. തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കണ്ടോ? തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് കവർന്ന് തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കുക. വചനം പറയാതെ തത്വജ്ഞാനം പറഞ്ഞുകൊണ്ടിരിക്കുക. പത്രോസാണത് പഠിപ്പിക്കുന്നത്. ഒരുത്തൻ പ്രസംഗിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് സംസാരിക്കുന്ന പോലെ. പൗലോസ് പറയുന്ന സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. ഇന്ന് വചനമാണോ പുൾപ്പെറ്റി പ്രസംഗിക്കുന്നത്? ഓരോരുത്തർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ചൂരമടിക്കടിക്കാൻ തോന്നും. എടുത്ത് പ്രായമുള്ള പക്വതയുള്ള ഒരാള് ഒരു പാട്ടെടുത്തിട്ട് വികലമാക്കുന്നത് കണ്ടിട്ട് എന്തോ പറയാനാ? പ്രായത്തെ ബഹുമാനിച്ചാൽ ഒന്നും പറയുന്നില്ല. വരവര വേശ എന്ന് പറഞ്ഞ് ഓട്ടം തുള്ളൽ നടത്തുക. എന്താ പറയുക? എന്തു പറ്റി അവരുടെ തലയ്ക്ക്? പറ്റാൻ ഇനി ഒന്നുമില്ല, അതുപോലെ പറ്റി. ഗലാത്യർ 3:1 പറ്റി. ക്ഷുദ്രപ്രയോഗം ചെയ്തു സാത്താൻ തലമണ്ടക്കിട്ട്. എന്നാൽ ഒന്നാന്തരം വചനം പറഞ്ഞുകൊണ്ടിരുന്ന പല പ്രിയപ്പെട്ടവരും ഇപ്പം ചെയ്തു കൂട്ടുന്ന കോനാമ്പിച്ച് കണ്ടാൽ നമുക്ക് അതിശയപ്പെട്ടു പോകും. സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുക. പൗലോസ് എന്താ പറഞ്ഞാൽ ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെയുള്ള പാപമോചനം പ്രസംഗിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന പാപമോചനം പ്രസംഗിച്ച് പാപത്തിൽ നിന്ന് അവരെ വിടുവിച്ചെടുത്ത് പാപത്തിന് മോചനം പ്രാപിച്ച് നീതിക്ക് ദാസനായി. നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിലും നിങ്ങൾ പഠിപ്പിച്ച ഉപദേശ രൂപ ഹൃദയപൂർവ്വം പാപത്തെ സ്വാതന്ത്ര്യം നീതിക്ക് ദാസനാകുക. എന്നിട്ട് അവരെ ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലേക്ക് ഒരുക്കിയെടുക്കുക. അതാണ് ശുശ്രൂഷ. അതൊക്കെ ഇന്ന് അസ്തമിച്ചു പോയി. പിതാക്കന്മാർ ചെയ്ത ശുശ്രൂഷകളെ ഇന്ന് തുരങ്കം വെച്ചു സാത്താൻ. ബഹുഭൂരിപക്ഷം ശുശ്രൂഷകന്മാരും ഭൗതികത്തിന്റെ അടിമകളായി. വിദേശ പണമില്ലെങ്കിൽ അവർക്ക് ശുശ്രൂഷയില്ല, സപ്പോർട്ട് ഇല്ലെങ്കിൽ അവർക്ക് ശുശ്രൂഷയില്ല. സ്വത്രം. ഞാൻ ഈ പിതാക്കന്മാരിൽ നിന്നൊക്കെയാണ് ഈ യാഥാർത്ഥ്യങ്ങൾ ഞാൻ മനസ്സിലായത്. അതുകൊണ്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രായമുള്ള പക്വതയുള്ള ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാരെ ദൈവമാക്കി വെച്ചു, സംഘടനയാക്കി വെച്ചു, സ്വയം കയറിയായി 3 ഗ്രൂപ്പാണ്. അല്ല, ആദ്യത്തെ ദൈവമാക്കി വെച്ച ശുശ്രൂഷന്മാരുടെ ഉപദേശം കേട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം കട്ട പൊഹ സ്വാഹ. പൗലോസ് പറയുന്ന പോലെ നമ്മളൊരു ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക നിത്യജീവന് വേണ്ടി. അതിന് വിരുദ്ധ തെറ്റിക്കുന്നവരാരാ? തലയെ മുറുകെ പിടിക്കാത്തവർ ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. തലയെ മുറുകെ പിടിക്കാത്തെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്രിസ്തുവാകുന്ന തലയുടെ ഉപദേശം, ക്രിസ്തുവിൻ്റെ പ്രമാണം മുറുകെ പിടിക്കാത്തവൻ വിരുദ്ധ തെറ്റിക്കുക. ഏത് ഉപദേഷ്ടമാണെങ്കിലും കൊള്ളാം. ബൈബിൾ കോളേജുകളും പ്രസ്ഥാനങ്ങളൊക്കെ കുമിള് പോലെ മുളച്ചു വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, വേദപുസ്തകം കയ്യിലെടുത്തൊന്ന് തിരിച്ച് പ്രസംഗിച്ചാൽ ഇഷ്ടം പോലെ കാശാ. നയമാന്റെ കുഷ്ഠം ഗേഹസി എടുത്തതുപോലെ അവസാനം അതുകൂടി കിട്ടുമെന്നേ ഉള്ളൂ. പാപകുഷ്ഠം ഗേഹസിയുടെ മേൽ വരാനിടയായി. പാപനിമിത്തം നമ്മൾ നശിച്ചു പോകാനിടയായി. പാപം ചെയ്ത ദേഹി മരിക്കും. അത് വചനത്തിൻ്റെ യാഥാർത്ഥ്യമാണ്. സ്വത്രം. വശീകരണ വാക്കുകൊണ്ട് ആരും നമ്മളെ ചതിക്കരുത്. ചതി ഇന്ന് ശരിക്കും നടന്നുകൊണ്ടിരിക്കുക. ഇന്നത്തെ ആത്മീയകോളത്തിൽ ചതി ഭയങ്കര ചതി നടക്കുകയാണ്. ഞാനതോർത്ത് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഏതൊക്കെ നിലയിലുള്ള ചതിയാണെന്ന് ആത്മീയകോളത്തിൽ നടക്കുന്നതെന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഈ പല പ്രാവശ്യം എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞ് ആൾക്കാർക്ക് ഇതൊരു ബോറടിയായി തീരാൻ സാധ്യതയുണ്ട്. വ്യർത്ഥ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ചക്രവാക്ക് മുഖസ്ഥിതിയും പറഞ്ഞ് നമ്മളെ സ്വതന്ത്രം ചതിക്കരുത്. തത്വജ്ഞാനം വെറും വഞ്ചനയെ കൊണ്ട് ആരും നമ്മളെ ചതിക്കരുത്. എഫേസർ 4:14 എന്ന് വെച്ച് എഫേസർ 4:14 ചതിയെക്കുറിച്ച് അവിടെ ശക്തമായി പ്രതിപാദിക്കുന്ന ഒരു ഭാഗം. എഫേസർ 4:14 അങ്ങനെ നാം ഇനി മനുഷ്യന്റെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. പത്തടിപ്പാലത്ത് നിന്ന് അടിക്കുന്നുണ്ട് കാറ്റ്. ബാംഗ്ലൂരിൽ നിന്ന് ഭയങ്കര കാറ്റടിക്കുന്നുണ്ട്. സ്വത്രം.
ഇന്ത്യയുടെ എല്ലാ പട്ടണങ്ങളിലും ഈ ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുകൊണ്ട് ശിശുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. നാളെ ഒരുത്തനെ എല്ലാവരും കൂടി പിടിച്ചു വെച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താ സംഭവം നോക്കിയപ്പോൾ അവന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നെന്നാണ്. വിളിച്ചു പറയുന്ന മണ്ടത്തരങ്ങൾക്ക് പണ്ടൊരു വാസു പറഞ്ഞ പോലെ സാത്താൻ പോലും തലയെ കൈവച്ച് പോയി. അതുപോലുള്ള പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളാണ് വിളിച്ചു പറയുന്നത്. വേദോസ്തം വായിക്കാത്ത, പ്രാർത്ഥിക്കാത്ത വിശ്വാസികളെല്ലാം കൂടെ നടക്കുന്നത്. അവരെല്ലാം കൂടി അവനെ പിടിച്ചു വെച്ചോണ്ടിരിക്കും. കാരണം ദൈവം അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവനെ പിടിച്ചു വെച്ചാൽ എന്തെങ്കിലും ശക്തി കിട്ടുമെന്ന് പറഞ്ഞാണ് ഈ പൊട്ടന്മാർ ചെയ്യുന്നത്. അവൻ പറയുന്ന പോഷത്തരം കേട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ ചൂര പിടിക്കടിക്കാൻ തോന്നും നമുക്ക്. എടാ, ദൈവം സംസാരിച്ചത് ഈ പുസ്തകത്തിലുണ്ടെന്നേ. നീ നിന്റെ ഇറക്കം ഇങ്ങോട്ട് ഇറക്കണ്ട. ദൈവം മനുഷ്യനായി വന്ന് ഈ ഭൂമിയിൽ വന്ന് സംസാരിച്ചു. അതാണ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചേക്കുന്ന പുതിയ നിയമം. കർത്താവ് സംസാരിച്ച വചനങ്ങളെല്ലാം പുസ്തകത്തിലുണ്ട്. അത് തന്നെയാണ് അപ്പോസ്തലന്മാരും പറയുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി. അവർ സംസാരിച്ചതിനും അവർ തന്നതിനും ആ ഉപദേശത്തിന് വിപരീതമായിട്ട് ആര് പറഞ്ഞാലും ശാപമേൽക്കും പ്രിയമുള്ളവരെ. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഇന്ന് പൽക്കാലം നമ്മൾ മനസ്സിലാക്കണം. വശീകരണ വാക്കുകൂടാതെ നിങ്ങളെ ചതിക്കരുത്. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും, ശരീരം കൊണ്ട് ദൂരസ്ഥനം എന്ന് പറഞ്ഞ പൗലോസ് ലേഖനം എഴുതുമ്പോൾ എവിടെയാ? കാരാഗ്രഹത്തിലാണ്. ഇരുളടഞ്ഞ കാരാഗ്രഹത്തിൽ അരണ്ട വെളിച്ചത്തിൽ ഇരുന്നു കൊണ്ട് ഭക്തൻ കർത്താവിൽ നിന്ന് പ്രാപിച്ച് കൊലോസ്യ സഭയെ, എഫേസ്യ സഭയെ, ഫിലിപ്പിയ സഭയെ ശക്തമായ വചനം കൊണ്ട് പ്രബോധിപ്പിക്കുക. അല്ല, ആ സഭകൾക്ക് മാത്രമല്ല, ആ ലേഖനങ്ങൾ വായിച്ചു പഠിക്കുന്ന നമുക്കും ഇതൊരു സ്വർഗീയമായ അനുഗ്രഹത്തിൻ്റെ കലവറകളാണ് ഈ ലേഖനം. ഈ ലേഖനങ്ങളുടെ കലവറയിൽ നിന്ന് നമ്മൾ പ്രാപിച്ചെടുക്കണം ഓരോ ദിവസവും. ഹല്ലേലൂയ. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനായി, നിങ്ങളുടെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ. അപ്പോൾ കൊലോസിലെ വിശ്വാസികളെ കണ്ട് പൗലോസ് സന്തോഷിക്കുക. എന്താ ഒരു കാര്യം? ക്രിസ്തുവിൽ നിങ്ങളുടെ ക്രമമുള്ള ജീവിതം, നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരത, ദൈവവചനത്തിൻ്റെ ക്രമത്തിനനുസരിച്ച് ജീവിക്കുന്നു, ചട്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നു, വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായിരിക്കുന്നു. ആടിയുലയുന്ന വിശ്വാസികളെ പോലെയല്ല. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ ഈ വചനം കേട്ട് ചെയ്യുന്നവരൊക്കെ പാറമേൽ അടിസ്ഥാനമുള്ള ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യനാകുന്നു. പാറമേൽ ഉറപ്പുള്ള ക്രിസ്തുവാകുന്ന പാറ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവൻ ഉറപ്പുള്ളവനായിരിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനായി ക്രിസ്തുവിൽ നിങ്ങളുടെ ക്രമവും നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ഇന്നത്തെ സഭകളെ കുറിച്ച് അങ്ങനെ സന്തോഷിക്കാൻ കഴിയുമോ? അടുത്ത വായിക്കാം 6. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ അപ്പൊ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടെങ്കിൽ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. എഫേസ്യ ലേഖനത്തിൽ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു വിഷയം ഇതിനോട് ചേർത്ത് പഠിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ചിന്ത. ഞാനതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരട്ടെ. 4:20 മുതൽ, നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ നിന്ന് ഉപദേശം ലഭിച്ചുവെങ്കിൽ, ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവി. ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ, ദൈവാനുരൂപം, ദൈവത്തിൻ്റെ രൂപം, ദൈവത്തിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ സ്വഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്, ക്രിസ്തുവിൻ്റെ ഭാവം, അങ്ങനെയുള്ള മനുഷ്യനെ ധരിക്കാൻ. അങ്ങനെയുള്ള മനുഷ്യനാണെന്ന് തിമോഥെയോസ്, അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ. അങ്ങനെയുള്ള മനുഷ്യർ വല്ലതും ഇന്നുണ്ടോ? ദൈവമക്കളെ, നമ്മൾ അതിലേക്ക് വരണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. കൂട്ടായ്മ എന്ന് പറയുമ്പോൾ
1 യോഹന്നാന്റെ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ കൂട്ടായ്മയെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട് വളരെ മനോഹരമായ നിലയിൽ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് അറിയിക്കുന്നു, നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. അവൻ നമ്മുടെ കൂട്ടായ്മ ആരോടായിരിക്കണം? അപ്പോസ്തലന്മാർക്ക് കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമായിരുന്നു. അതുപോലെ നമുക്കും കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമായിരിക്കണം. ഇന്നിപ്പോൾ പാസ്റ്റർമാരുമായിട്ടുള്ള കൂട്ടായ്മ, ചില പാസ്റ്റർമാരുടെ കൂട്ടായ്മയെന്ന് ചിലർ പറഞ്ഞു വരത്തില്ല. കാരണം എന്താ? ക്ഷുദ്രം ചെയ്ത് മയക്കിയിട്ടിരിക്കുക. വല്ല ഗുണമുള്ളതാണോ? ഒരു ഗുണവുമില്ല. നമുക്ക് കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും ആയിരിക്കണം. അപ്പോസ്തലന്മാരുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടുമായിരുന്നു. അതുപോലെ നമുക്കും കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും ആയിരിക്കണം. അവിടെ ഒരു കൊച്ചു വാക്യം എഴുതി വെച്ചിട്ടുണ്ടല്ലോ, 4-ാം വാക്യം ഒന്ന് വായിച്ച്. 1 യോഹന്നാൻ 1:4. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഇതിൽ എഴുതുന്നു. അപ്പോൾ പിതാവും പുത്രനുമായിട്ടുള്ള കൂട്ടായ്മ ശരിയാണെങ്കിൽ സന്തോഷവും സമാധാനവും പ്രത്യാശയും ഒക്കെ കാണും. ഇല്ലെങ്കിൽ ഇതൊന്നും കാണത്തില്ല. പണ്ടാരൻ്റെ പറഞ്ഞ പോലെ വെടിക്കെട്ട് കഴിഞ്ഞ് പടക്കമെല്ലാം പൊട്ടിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ ചിലതൊക്കെ? അതുപോലെ പുകഞ്ഞുകൊണ്ടിരിക്കും ക്രിസ്ത്യൻ ജീവിതം. നമ്മൾ പുകഞ്ഞുകൊണ്ടിരിക്കാനുള്ളവരല്ല. നമ്മൾ സമാധാനത്തിലും സന്തോഷത്തിലും പ്രത്യാശയിലും ജീവിക്കേണ്ടവരാണ്. അതിന് പിതാവും പുത്രനുമായിട്ടുള്ളൊരു കൂട്ടായ്മ ബന്ധം ഓരോ വിശ്വാസികൾക്കും ഉണ്ടായിരിക്കണം. ആ കൂട്ടായ്മ ബന്ധത്തിൽ ഒളിച്ചിൽ സംഭവിച്ചാൽ സകലതും തകർന്ന് തരിപ്പണമായി പോകും. അവനിൽ വേരൂന്നി ആത്മീയവർധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പീൻ. അതാണ് കൂട്ടായ്മ. ഇനി 8-ാം വാക്യം. തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയരുത്. തത്വജ്ഞാനം വെറും വഞ്ചന. ഈ തത്വജ്ഞാനം പറയുമ്പോൾ നമ്മളെ മോഹിപ്പിക്കുന്ന പലതും പറയുന്നത്. അത് നമ്മളെ അങ്ങോട്ട് കവർന്നെടുക്കുക ചെയ്യുന്നത്. ഈ മോട്ടിവേഷൻ നടത്തുന്ന ലോകത്തിലെ കുറേ പ്രീച്ചേഴ്സ് ഉണ്ട്. ഞാനതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അവരുടെ മോട്ടിവേഷൻ ക്ലാസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയുന്ന ലോകത്തിലെ കാര്യങ്ങളിലേക്ക് നമ്മൾ ആകൃഷ്ടരാകും. അവർ കുറേ തത്വജ്ഞാനങ്ങളും കുറേ തിയറിയൊക്കെ പറഞ്ഞു വയ്ക്കുക. അത് നമ്മൾ അതിലേക്ക് ആകൃഷ്ടരായി അവിടെ കിടന്ന് കൊക്കൊക്കെ വെച്ച് ചിരിച്ച് പിന്നെ ആ മോട്ടിവേഷൻ ക്ലാസ് എവിടെ നടത്തിയാലും അവിടെ പോയിരിക്കും. നമ്മൾ അവിടെ ഒന്നും വചനവും ഉപദേശമൊന്നും അല്ല പറയുന്നത്. അവർ ജനത്തെക്കുറിച്ച് നന്നായിട്ട് ജീവിക്കാനൊക്കെ കുറേ കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. എന്നാൽ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്തിനും രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി ആ വചനത്തിലുള്ളത്. അതുകൊണ്ടാണ് വചനം കേൾക്കണമെന്നും വചനം പഠിക്കണമെന്നും വചനം ഗ്രഹിക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് മോക്ഷത്വമാണ്, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവത്തിൻ്റെ ശക്തിയുണ്ട്, പവറുണ്ട്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. ഞങ്ങൾ പ്രസംഗിച്ച വചനം നിങ്ങൾ കേട്ടു. സാക്ഷാൽ ദൈവവചനമായിട്ട് തന്നെ നിങ്ങൾ കൈക്കൊണ്ടതിനാൽ നിങ്ങൾ ഇടപെടാതെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു വാക്യമാണ്. വിശ്വസിക്കുന്ന നമ്മളിൽ ആ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വചനത്തിന് ശക്തിയുണ്ട്. ഞാൻ പല പ്രാവശ്യം അതെടുത്ത് തെളിയിച്ച് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ചിന്ത. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം എടുത്ത് പഠിക്കുമ്പോൾ വചനത്തിന് ശക്തിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് എത്ര വ്യക്തമായിട്ട് അവിടെ കാണാൻ കഴിയും. പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും നിങ്ങളോട് പറയാൻ താല്പര്യമുണ്ട്. ആത്മാ നിയോഗമുണ്ട്. ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാടായും ശൂന്യമായിരുന്നു. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മേലെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. 3-ാം വാക്യം. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. അപ്പൊ ദൈവം കൽപ്പിച്ചപ്പോൾ അങ്ങനെ സംഭവിച്ചു. ഈ ലോകത്തിന്റെ സൃഷ്ടി എല്ലാം അങ്ങനെയാണ് സംഭവിച്ചത്. അടുത്ത 6-ാം വാക്യം. ദൈവം വെള്ളങ്ങളുടെ മധ്യേ വിധാനമുണ്ടാകട്ടെ, വെള്ളത്തിനും തമ്മിൽ വേർപിരിവായി വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ വേർപിരിഞ്ഞു, കരയും കടലും ഉണ്ടായി. ദൈവം കൽപ്പിച്ചു. 9-ാം വാക്യം.
ദൈവം ആകാശത്തിൽ കീഴുള്ള വെള്ളം ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അടുത്ത 11-ാം വാക്യം. ഭൂമിയിൽ നിന്ന് പുല്ലും വിത്തുള്ള സസ്യങ്ങളും ഭൂമിയിൽ അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വരട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. 14-ാം വാക്യം. പകലും രാവും തമ്മിൽ വേർതിരിയുവാൻ ആകാശവിധാനത്തിൽ വെളിച്ചങ്ങൾ ഉണ്ടാകട്ടെ. അവ അടയാളങ്ങളും കാലം, ദിവസം, സംവത്സരം എന്നിവ തിരിച്ചറിയുവാനും ഉതകട്ടെ. ഭൂമിയെ പ്രകാശിപ്പിക്കുവാൻ ആകാശവിധാനത്തിൽ അവ വെളിച്ചങ്ങളായിരിക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. 20-ാം വാക്യം. വെള്ളത്തിൽ ജലജന്തുക്കൾ കൂട്ടമായി ജനിക്കട്ടെ. ഭൂമിയുടെ മീതെ ആകാശത്തിന് താഴെ ആകാശവിധാനത്തിൽ പറവജാതി പറക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം വലിയ തിമിംഗലങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ജനിച്ചു ചരിക്കുന്ന അതതരം ജീവികളെയും അതതരം പറവജാതികളെയും സൃഷ്ടിച്ചു. നല്ലതെന്ന് ദൈവം കണ്ടു. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവിൻ, പറവജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. 24-ാം വാക്യം. അതത് തരം കന്നുകാലി, ഇഴജാതി, കാട്ടുമൃഗം എന്നിവ അതത് തരം ജീവജന്തുക്കൾ ഭൂമിയിൽ നിന്ന് ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. അപ്പൊ ദൈവം കൽപ്പിച്ചതൊക്കെ ഭൂമിയിൽ സംഭവിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിലും ആകാശത്തിലുള്ള പറവജാതി മേലും മൃഗങ്ങളുടെ മേലും സർവഭൂമിയിലും വാഴട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അപ്പോൾ എല്ലാ മൃഗങ്ങളെയും ഭൂമിയിലുള്ള സകലത്തെയും അടക്കി വാഴാനായിട്ട് ദൈവം കൽപ്പന കൊടുത്തു. അതുകൊണ്ടാണ് സംഭവിച്ചത്. ആനയൊക്കെ മനുഷ്യനെ അനുസരിക്കുന്നത് എന്തുകൊണ്ടാണ്? ദൈവം കൽപ്പിച്ചത് കൊണ്ടാണ്. ഇപ്പം അനുസരിക്കാതെ തേങ്ങ ചവിട്ടി പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കുന്നതിൻ്റെ കാര്യം എന്താ? ആ വചനവസ്തുവൊക്കെ വിട്ട് പോയത് കൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു ആന ഒരു കാറ് കുത്തിമറിക്കുന്നത് കണ്ടിട്ട് സങ്കടം തോന്നിപ്പോയി. ആ കാറിൻ്റെ ഉടമ ആ കാറിനെ നാശിപ്പിച്ചു കളഞ്ഞു. പാപ്പാനെ കണ്ട് ചവിട്ടിക്കൊന്നെന്നാണ് പറയുന്നത്. ആരാണ്ടൊക്കെ പറഞ്ഞു കാട്ടിക്കിടക്കുന്ന മൃഗത്തെ കൊണ്ടുവന്ന് എഴുന്നള്ളിക്കാൻ ആരെങ്കിലും പറഞ്ഞു. കയ്യിലില്ലാത്ത കാശ് മുഴുവൻ കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി പൊട്ടാസും വെടിമരുന്നുണ്ടാക്കി പൊട്ടിച്ച് ജനത്തെ കൊല്ലാൻ ആരെങ്കിലും ദൈവം പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. വിവരം കെട്ട മനുഷ്യർ, പരിജ്ഞാനമില്ലാത്ത, വിവേകമില്ലാത്ത. ഞാനതിന് സാധാരണ പറയുന്നത് റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് പഠിച്ചോളൂ. തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്ന മനുഷ്യരുടെ ചിത്രം അവിടെ കിടപ്പുണ്ട്. അവരെ ഇതൊക്കെ ചെയ്യുന്നേ. ദൈവത്തെ ഉപേക്ഷിച്ച് പോയപ്പോൾ മനുഷ്യൻ എന്തായി മാറി? മനുഷ്യൻ മൃഗമായി മാറി. പല പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്, പല പ്രാവശ്യം. എന്തുകൊണ്ട് മനുഷ്യൻ ഇത്ര അധപ്പതിച്ചു? റോമാലേഖനം ഇപ്പോൾ അത് പറയാനായിട്ടൊരു പ്രേരണ ഉള്ളിലുള്ള പോലെ തോന്നുന്നു. അതുകൊണ്ട് മാത്രം പറയുന്നു. എന്തുകൊണ്ട് മനുഷ്യൻ അധപ്പതിച്ചു? തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു. ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ. അവൻ്റെ നിത്യലക്ഷണങ്ങൾ, ദിവ്യത്വമായ അവൻ്റെ അദൃശ്യലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ ദൈവ ലോകത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത് മനുഷ്യന് പ്രതിവാദിക്കാൻ വകയില്ലാത്ത പോണം ദൈവം ചെയ്തു വെച്ചിരിക്കുക. പക്ഷേ 21-ാം വാക്യം പ്രധാനമായിട്ടുള്ള വാക്യമാണ്. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ദൈവത്തെ അറിഞ്ഞവർ, ദൈവത്തെ ആസ്വദിച്ചവർ, ദൈവത്തിന് നന്മകളെ പ്രാപിച്ചവർ എന്ത് ചെയ്യണം? ദൈവത്തെ മഹത്വീകരിക്കണം, ദൈവത്തെ ആരാധിക്കണം. ഇല്ലെങ്കിൽ എന്തോ പറ്റും? തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർത്ഥരായി പോകും. അവിടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോകും. ജ്ഞാനികളെന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായി പോകും. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. ദൈവത്തിൻ്റെ സത്യം അവർ വ്യാജമാക്കി മാറ്റി. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ചു, ആരാധിച്ചു.
അതുകൊണ്ട് ദൈവം അവരെ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു. ഈ അപമാന രാഗങ്ങളിൽ ഏൽപ്പിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ആണും പെണ്ണും തിരിച്ചറിയാൻ പറ്റാത്ത ആയിപ്പോയി. പട്ടിയെയും പൂച്ചയും പോലെ ആയിപ്പോയി. പട്ടിക്കും പൂച്ചയ്ക്കും വല്ല കുടുംബജീവിതം ഉണ്ടോ? കണ്ടിടത്തൊക്കെ കയറി ഇറങ്ങി ഞെരങ്ങയല്ലേ. ആ അവസ്ഥയിലേക്ക് ആയിപ്പോയി മനുഷ്യൻ ഇന്ന്, ആധുനിക മനുഷ്യൻ. മെൻവാസ് എഡിക്കൽഡ് അനിമൽ, മനുഷ്യനൊരു വിവേകമുള്ള മൃഗമായി മാറിയെന്ന് മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ? ഈ ഇലക്ഷൻ നടത്തുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ ചിലപ്പോൾ കിടന്ന് കാണിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ തോന്നുന്നത്? വിവേകമുള്ളൊരു മൃഗം ഒരു മനുഷ്യനെ പോലെയാണ് ഇടപെടുന്നത്? അല്ല, മൃഗസ്വഭാവമുള്ള മനുഷ്യൻ. 58 വെട്ട് വെട്ടിയിട്ടും 59ാമത്തെ വെട്ടിന് വേണ്ടി ദാഹിച്ച് നിൽക്കുന്നവൻ മൃഗമല്ലാണ്ട് പിന്നെ മനുഷ്യനാണ്. അവർക്ക് തുടർഭരണം വേണമെന്നാണ് പറയുന്നത്. എന്തിനാണോ? മനുഷ്യനെ കൊല്ലാനാ? എനിക്കറിയാൻ വേണ്ടി ചോദിക്കുക. ഈ ചെയ്തു പോയ തെറ്റിന് നീ പ്രായശ്ചിത്തം വരുത്ത്. ആ കുടുംബത്തിന് എന്തെങ്കിലും കൊടുക്ക്, സഹായം കൊടുക്ക്. ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേറെ പാർട്ടിയായി ഇപ്പോൾ അവരെ ഏറ്റെടുത്തിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് തുടർഭരണം വേണോ? ഞാൻ ഒരു പാർട്ടിയിലുള്ള ആളല്ല കേട്ടോ. ആനവച്ചൻ പറഞ്ഞ പോലെ ഒരു പാർട്ടി പിശാചാണെങ്കിൽ ഒരു പാർട്ടി സാത്താൻ, ഒരു പാർട്ടി ചെകുത്താൻ, ഇതെല്ലാം കണക്ക് തന്നെ. അവരവരുടെ കീശ വെറുപ്പിക്കാനും അവരവരുടെ ആൾക്കാർക്ക് നന്മ ചെയ്യാനും ഈ രാഷ്ട്രീയം ഉപയോഗിക്കുക, അല്ലാതെ മനുഷ്യർ ഒരു ഗുണവും വരത്തില്ല. സത്യവേദ പുസ്തകം പഠിപ്പിക്കും. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ രാജാവ് കണ്ട ബിംബം. എന്താണ് രാജാവ് കണ്ട ബിംബം? 4 പാർട്ടുകളുണ്ട്. ആ 4 പാർട്ടുകൾ പഠിച്ചു വരുമ്പോൾ ബാബിലോൺ, മേദ്യ, പാർസ്യ, ഗ്രീസ്, റോം, 4 സാമ്രാജ്യം, 4 പാർട്ടുകളാണ്. അവസാനത്തെ പാർട്ട് ഏതാ? ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള ആ പാർട്ട്. അതേതാ? ഡെമോക്രസി. രാജഭരണം എല്ലാം വിട്ട് ഡെമോക്രസി, ജനാധിപത്യത്തിലേക്ക് വന്നിരിക്കുക. ഇരുമ്പും കളിമണ്ണും ചേരാത്തതുപോലെ ഇവിടെ UDF ഭരിച്ചാലും LDF ഭരിച്ചാലും BJP ഭരിച്ചാലും അമ്മാതി ഭരിച്ചാലും 2020 ഭരിച്ചാലും ഒരു ഗുണവും ആർക്കും വരാൻ പോകുന്നില്ല. അവരവരുടെ കീശ വീർപ്പിക്കുക, അവരവരുടെ സാമ്രാജ്യം കെട്ടിപ്പൊക്കുക. പിന്നെ ഭരിക്കുമ്പോൾ ജനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അത് വലിയ കാര്യമാണോ ചെയ്യുന്നത്? ഈ കട്ടുപിടിച്ച കാശുണ്ടെങ്കിൽ കേരളത്തിൻ്റെ കടം മാറ്റാമായിരുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ ഒരൊറ്റ ദരിദ്രനുണ്ടാകത്തില്ലെന്നൊക്കെയാണ് ചിലർ വാദിക്കുന്നത്. ശരിയാണ്. രാഷ്ട്രീയത്തിൽ കയറി കാശുണ്ടാക്കി കോടികൾ സമ്പാദിച്ച് അവിടെ എവിടെയും കൊണ്ട് ഇട്ടിട്ടാണ് ഈ പ്രസംഗങ്ങൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭരണ സംവിധാനത്തെ മുഴുവൻ ബാബിലോൺ, മേദ്യ, പെർസ്യ, ഗ്രീസ്, റോം, 4ാമത്തെ ആ ഭരണ സംവിധാനം റോമാണ്. അതിനുശേഷം വന്ന ജനാധിപത്യമാണ്, ഡെമോക്രസി. ആ 4ാമത്തെ പാർട്ടിനെ തച്ചുടയ്ക്കുന്നൊരു കല്ലിനെ കുറിച്ച് ദാനിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്. കൈതൊടാതെ പറഞ്ഞു വരുന്നൊരു കല്ല്. അതേതാണ്? യേശു ക്രിസ്തു. എന്താ അതിൻ്റെ അർത്ഥം? യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തൻ്റെ രാജ്യം സ്ഥാപിക്കും. അപ്പോൾ ഈ സകല ഇന്നത്തെ ഭരണ സംവിധാനങ്ങളെ തച്ചുടച്ച് പൊടി പോലെ പൊടിച്ചു കളയും, കംപ്ലീറ്റ് നശിപ്പിച്ച് കളഞ്ഞിട്ട് ദൈവപുത്രൻ 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ വരാൻ പോകും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഒന്നാമത് കർത്താവിൻ്റെ വരവിൽ നമുക്ക് രൂപാന്തര ശരീരം കിട്ടുന്നു. അത് കഴിഞ്ഞൊരു 1000 ആണ്ട് വാഴ്ച, അത് കഴിഞ്ഞ് പുതിയ ആകാശം പുതിയ ഭൂമിയിലെ വാഴ്ച. ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അല്ലാതെ മറ്റൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ദൈവമക്കളായിട്ടുള്ളവരോട് ഞാൻ പറയുന്നു, അല്ലാത്തവരോട് നമുക്ക് പറഞ്ഞുകൊണ്ടൊന്നും ഒരു ഗുണമില്ല. നമുക്ക് കർത്താവിൻ്റെ വരെ പോകണം. 1000 ആണ്ട് വാഴ്ചയിൽ ഒരു സീറ്റ് വേണം. പുതിയ ആകാശം പുതിയ ഭൂമിയിൽ നമുക്ക് അവകാശം കിട്ടണം. ഇത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. വേറൊന്നാകരുത്. വേറൊന്നായാൽ നമ്മുടെ ചീട്ട് കീറിത്തരും സാത്താൻ. മനസ്സിലായല്ലോ? സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് മനുഷ്യൻ ചെയ്ത തെറ്റുകൾക്കനുസരിച്ച് അവനെ എന്ത് ചെയ്തു? അശുദ്ധിയിലേൽപ്പിച്ചു, അപമാന രാഗങ്ങളിലേൽപ്പിച്ചു. 28-ാം വാക്യം റോമർ 1. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്ത ചെയ്യുവാൻ തക്കോണം ദൈവം അവനെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ടബുദ്ധി കേൾപ്പിച്ചു. നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞൊരു പദമാണ് നികൃഷ്ടജീവി എന്ന്, പുരോഹിതന്മാരെ കുറിച്ച്. ആ നികൃഷ്ടജീവി എന്ന പദം പ്രയോഗിക്കുമ്പോൾ പറഞ്ഞ താൻ ആരാണെന്ന് മനസ്സിലാക്കുന്നില്ല. അതിനേക്കാൾ തന്നെ അധപതിച്ചു പോയി. ഞാനാരെയും വിമർശിക്കുകയല്ല ദൈവമക്കളെ. ഈ വിമർശനമൊക്കെ ലോകത്ത് എല്ലാ മനുഷ്യരും ചെയ്യുന്ന കാര്യമാണ്. എനിക്ക് വിമർശിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആരാണെന്ന് ചിന്തിക്കണം.
ഒരു നികൃഷ്ടജീവിക്ക് മാത്രമേ ഒരാളെ നികൃഷ്ടജീവി എന്ന് വിളിക്കാൻ കഴിയുള്ളൂ. ഒരു ദുഷ്ടന് മാത്രമേ മറ്റുള്ള ദുഷ്ടനെന്ന് വിളിക്കാൻ കഴിയത്തുള്ളൂ. മനസ്സിലാകും. അങ്ങനെയുള്ള ജനമാണ് ഈ കിടക്കുന്ന മുഴുവൻ. റോമർ 1:29-32 വരെ വായിച്ചു പഠിച്ചുകൊള്ളുക. ഏകദേശം 21 കൂട്ടം പാപം ചെയ്ത മനുഷ്യരെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. ലോക മനുഷ്യൻ്റെ ചിത്രമാണ് റോമാലേഖനം 1-ാം അധ്യായം. റോമാലേഖനം 2-ാം അധ്യായം യഹൂദൻ്റെ ചിത്രമാണ്, അവൻ്റെ അനുഭവങ്ങൾ. റോമാലേഖനം 3-ാം അധ്യായം യഹൂദനും ജാതിയും ഒരു ഗുണമില്ലെന്നും രണ്ടു കൂട്ടരെയും കൂടി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നീതീകരിച്ച് ഒരു ദൈവവചനായി തീർക്കുന്നു എന്നാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ പഠനം. ശക്തമായ പഠനങ്ങളാണ്. നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, മൂന്നും കൂടി ചേർത്ത് പഠിക്കുമ്പോൾ ആ മനോഹരമായ പഠനം നമുക്ക് കിട്ടും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ വചനങ്ങൾ വായിച്ച് പഠിക്കുക. ദൈവസന്നിധിയുടെ വചനങ്ങൾ വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി നമ്മുടെ ക്രിസ്ത്യ ജീവിതം മനോഹരമായി തീർക്കണം. അല്ലെങ്കിൽ എന്താ പറ്റും? തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നമ്മളെ എന്ത് ചെയ്യും? കവർന്നുകൊണ്ട് പോകും. സ്വോത്രം. നമ്മൾ ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിലേക്കൊക്കെ വിശ്വാസികളെ വലിച്ചുകൊണ്ട് പോകും. തത്വജ്ഞാനം വെറും വഞ്ചനയും കൊണ്ട് ആരും നമ്മളെ കവർന്നു കളയരുത്. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അപ്പോൾ തത്വജ്ഞാനം വെറും വഞ്ചന ആർക്കുള്ളതാണ്? ലോകത്തിലെ മനുഷ്യനുള്ളതാണ്. ക്രിസ്തുവിനൊത്തവണ്ണമല്ല അല്ലെന്നാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ലോകത്തിൻ്റെ ആദ്യ പാഠം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ലോകത്തിൽ ജീവിച്ച പാപ ജീവിതത്തിൻ്റെ പഠനങ്ങൾ, അതാണ് ആദ്യ പാഠം. യഹൂദൻ്റെ ആദ്യ പാഠം എന്ന് പറഞ്ഞാൽ എന്താ? അവന് കിട്ടിയ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി. അത് രണ്ടും തെറ്റാണ്. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി ജീവിച്ചവനെയും ലോകത്തിൻ്റെ പാപ ജീവിതത്തിൽ ജീവിച്ചവനെയും യേശു ക്രിസ്തുവിൽ ഒരേ പുതുമനുഷ്യനാക്കി തീർക്കുന്നു. അതാണ് സ്തോത്രം എഫേസ്യ ലേഖനത്തിൻ്റെ പഠനം. ഒരേ പുതുമനുഷ്യൻ, ഒരു പുതുമനുഷ്യനല്ല, ഒരേ പുതുമനുഷ്യൻ. ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥയിൽ ജീവിച്ചവനെയും ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ജീവിച്ച പാപിയായ, ദൈവത്തെ അറിയാതെ ജീവിച്ച ജാതികളായിട്ടുള്ള ജാതികളായിട്ടുള്ള മനുഷ്യർ. ആ ജാതികളായിട്ടുള്ള മനുഷ്യരുടെ പ്രത്യേകത എന്താണെന്ന് എഫേസ്യ ലേഖനത്തിൽ അത് പറയാൻ താല്പര്യമുണ്ട്. അത് എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 19 വാക്യങ്ങൾ വായിച്ചാൽ അവിടെ കാണാൻ കഴിയില്ല. എഫേസ്യർ 1:19 മുതൽ 4:19 മുതൽ 17 മുതൽ വായിച്ചാൽ വ്യക്തമായി കിട്ടും. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നുണ്ടെന്നാൽ ജാതികൾ തങ്ങളുടെ വൃദ്ധബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ, അപ്പോൾ വൃദ്ധബുദ്ധി അനുസരിച്ച് നടക്കുന്നവരാണ് ജാതികൾ. അങ്ങനെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികൾ, 2 അജ്ഞബുദ്ധികൾ, അജ്ഞാനികൾ, ഹൃദയകാഠിന്യമുള്ളവർ, ദൈവത്തിൻ്റെ ജീവൻ അകന്ന് മനം തഴപ്പിച്ചു പോയവർ, അത്യാഗ്രഹമുള്ളവർ, സകല അശുദ്ധിയും പ്രവർത്തിക്കുന്നവർ, ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നവർ. 7 കൂട്ടം കാര്യങ്ങളുണ്ട്. എഫേസ്യർ 4:17, 18, 19 7 കൂട്ടം ജാതി അനുഭവങ്ങളിൽ ജീവിക്കുന്നവർ, വൃദ്ധബുദ്ധിയിൽ ജീവിക്കുന്നവർ, അന്ധബുദ്ധികളായി ജീവിക്കുന്നവർ, അജ്ഞാനികൾ, ഹൃദയകാഠിന്യമുള്ളവർ, ദൈവത്തിൻ്റെ ജീവൻ അകന്ന് മനം തഴപ്പിച്ചു പോയവർ, അത്യാഗ്രഹികൾ, ഏത് അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നവർ. അങ്ങനെ ജാതികളായിട്ടുള്ളവരുടെ അനുഭവമാണ് ആദ്യ പാഠങ്ങൾ കാണാൻ കഴിയുന്നത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളവർ ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിനൊത്തവണ്ണമുള്ളതല്ല. അവനിലല്ലോ ദൈവത്തിൻ്റെ 9-ാം വാക്യം വായിച്ചാട്ടെ. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും, കാലസമ്പൂർണതയല്ല, സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും വസിക്കുന്നു. സ്തോത്രം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ പരിപൂർണരായിരിക്കുന്നു. അപ്പോൾ തലയായ ക്രിസ്തുവിൽ നമ്മൾ ആരായിരിക്കുന്നു? പരിപൂർണത. എങ്ങനെ ഈ പരിപൂർണത പ്രാപിക്കാൻ പറ്റും? തലയായ ക്രിസ്തുവിൽ നിന്നുള്ള ഉപദേശങ്ങൾ ശരീരമാം സഭയുടെ അവയവങ്ങളായ സഭയിലെ വിശ്വാസികൾ കേട്ടനുസരിച്ച് ജീവിക്കുമ്പോഴാണ് പരിപൂർണത പ്രാപിക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ അപൂർണരായ വിശ്വാസികളായിരിക്കും. ഇന്ന് ഭൂമിയിൽ കിടക്കുന്ന നല്ലൊരു ശതമാനം അപൂർണരായവരാണ്. എന്തുകൊണ്ട്? തലയായ ക്രിസ്തു എന്നുള്ള ഉപദേശം ശരീരമാം സഭയുടെ അവയവങ്ങൾ അനുസരിക്കണം. നമ്മുടെ തലയിലെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു കാര്യം
തലമണ്ടയിൽ നിന്ന് അതിൻ്റെ ഓർഡർ കൈകളിലേക്കും കാലുകളിലേക്കും വരുന്നു. അങ്ങനെയാണ് നമ്മളൊരു മരത്തിൽ കിടക്കുന്ന മാങ്ങ പറിച്ചെടുക്കുന്നത്. എങ്ങനെയാണ്? കണ്ണുകൊണ്ട് കണ്ടിട്ട് ആ ഓർഡർ നമ്മുടെ ശിരസിൽ നിന്ന് പുറപ്പെട്ട് അത് കൈകളിലൂടെയും കാലുകളിലൂടെയും ഒക്കെ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ആ കാലുകൊണ്ട് മരത്തിൽ കയറി പറിക്കുന്നു, കൈ കൊണ്ട് അത് തോട്ടി കൊണ്ട് പറിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എവിടെയാ? ഇതിൻ്റെ ആദ്യത്തെ പ്രവർത്തനം എവിടെയാ? തലയിൽ നിന്നാണ്. എന്നതുപോലെ തലയായ ക്രിസ്തുവിൽ നിന്നുള്ള ഉപദേശങ്ങൾ ശരീരമാം സഭയുടെ അവയവങ്ങളെല്ലാം കേട്ടനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അവനിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ എല്ലാ വാഴ്ചയ്ക്കും അധികാരമായ തലയിൽ അവനിൽ നിങ്ങൾ പരിപൂർണരാകുന്നു. അല്ലെങ്കിൽ അപൂർണരായി തോന്നും. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉപദേശം സഭയെ പഠിപ്പിച്ചാലേ എന്ത് കിട്ടത്തുള്ളൂ? വിശ്വാസി പരിപൂർണരായ വിശ്വാസലാർത്ഥം. ഇല്ലെങ്കിൽ ഒരു വലിയ പരാജയമായിരിക്കും ക്രിസ്തു ജീവിതം. അപൂർണരായിരിക്കും. വിശ്വാസം, പ്രത്യാശ ഒന്നും അറിയത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. തലയായുവിൽ നിന്നുള്ള ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും, അത് പിന്നീട് വരുന്നുണ്ട് നമുക്ക്. അല്ലെങ്കിൽ അതിപ്പോൾ തന്നെ ഞങ്ങൾ വായിക്കില്ല. 18 വായിച്ചേ. 18 ആ ആ ആ പ്രവേശിക്കുകയും തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. ആരും നിങ്ങളെ വിരുദ്ധ തെറ്റിക്കരുത്. തലയെ മുറുകെ പിടിക്കുക. ഈ തലയെ മുറുകെ പിടിക്കാന്ന് പറഞ്ഞാൽ ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല വേണ്ട രീതി. ക്രിസ്തുവിൻ്റെ പ്രമാണം മുറുകെ പിടിക്കുക. പൗലോസ് തിമോഥെയോസിനോട് പറയുന്നു, സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. നിത്യജീവനെ പിടിക്കുക, സാക്ഷാലുള്ള ജീവനെ മുറുകെ പിടിക്കുക. അർത്ഥം, നിങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കുക. പ്രമാണം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്. അവസാന ശ്വാസം തീരുന്നവരെയും ഈ പ്രമാണത്തെ നമ്മൾ വിടാൻ പാടില്ല, മുറുകെ പിടിച്ചോണം. സ്തോത്രം.